2025 തുടങ്ങി ജനുവരി മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റേതായ 2 സിനിമകൾ തിയേറ്ററിലേക്ക് വരുത്തി പ്രേക്ഷക പിന്തുണ നേടുകയും പ്രേക്ഷക പ്രശംസ നേടുകയും ചെയ്ത് ഒരു ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ബേസിൽ ജോസഫിൻ്റെ ഒരു പീരീഡിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജനുവരി 30-ന് തിയേറ്ററോടെ റിലീസായ പൊന്മാൻ എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടതിന് ശേഷമാണ് നിങ്ങളോട് അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നത്. സിനിമ ഇറങ്ങിയ സമയത്ത് എനിക്ക് ചില കാരണങ്ങൾക്കാൽ എനിക്കത് സിനിമ കാണാൻ സാധിച്ചില്ല. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു പോസ്റ്റ് ഞാൻ ചെയ്തിരുന്നു, കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ 2-3 സിനിമകളൊക്കെ കാണാനുണ്ട്, കണ്ടതിന് ശേഷം ഞാൻ അഭിപ്രായം പറയുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ പൊന്മാൻ കണ്ടു. പാലക്കാട് ബി സിനിമാസ് ദേവി ദുർഗ തിയേറ്ററിൽ നിന്നാണ് ഞാൻ സിനിമ കണ്ടത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വേണ്ടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഫിലിമോ ഷായ്. പൊന്മാൻ GR ഇന്ദുഗോപൻ്റെ നോവലായിട്ടുള്ള 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന പുസ്തകത്തിനെ അടിസ്ഥാനമാക്കിയാണ് പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കഥ, സംഭാഷണം, തിരക്കഥ എന്നിവയൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇന്ദുഗോപനാണ്. അതുപോലെ തന്നെ ജ്യോതിഷ് ശങ്കറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ജസ്റ്റിൻ വർഗീസാണ് ചിത്രത്തിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ബേസിൽ ജോസഫ്, സാജിൻ ഗോപു, അത് നമ്മുടെ അമ്പാൻ, പിന്നെ ലിജോ മോൾ ജോസ്, അതുപോലെ തന്നെ ദീപക് പെരമോൾ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. വേറെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്, അവരുടെ പേര് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇതിൻ്റെ ഒരു കഥ നടക്കുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ നടക്കുന്ന ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥയാണ്. കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു സംഭവമാണ്. ഈ കല്യാണത്തിന് വരുമ്പോൾ, ഒരു പെൺവീട്ടുകാരുടെ കല്യാണത്തിന് വരുമ്പോൾ ഒരു പൈസ കൊടുക്കുന്ന ഒരു ചടങ്ങ്. കോട്ടയംകാരനായതുകൊണ്ട് എനിക്കറിയാം, നമ്മൾ ഈ പൈസ മേടിച്ചിട്ട് എഴുതി വെക്കുമോ, ഇന്ന ആൾക്കാർ തന്നു ഇന്ന ആൾക്കാർ തന്നു എന്നൊന്നും അങ്ങനെ എഴുതി വെക്കാറില്ല. ചില ഏരിയയിൽ ചിലപ്പോൾ എഴുതി വെക്കുന്നുണ്ടായിരിക്കും, എന്തായാലും നമ്മുടെ ആ ഒരു ഏരിയയിൽ അങ്ങനെ എഴുതി വെക്കാറില്ല. ഈ കൊല്ലം ജില്ലയിലൊക്കെ എന്ന് പറഞ്ഞാൽ എഴുതി വെക്കും, നമ്മൾ കിട്ടിയ പൈസയുടെ കുറച്ച് കൂടുതലായിട്ട് തിരിച്ചു കൊടുക്കണം. അതൊക്കെയാണ് അവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. അത് പല പല ജില്ലകളിലും പല പല രീതിയിലാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ ഒരു കുട്ടിക്ക് സ്വർണത്തിൻ്റെ ആവശ്യം വരുന്നു. തുടർന്ന് എങ്ങനെ അവരുടെ കല്യാണം നടക്കുന്നു, അവർക്ക് സ്വർണം കിട്ടുന്നുണ്ടോ, എങ്ങനെയാണ് കിട്ടുന്നത്, ഏത് റൂട്ടിൽ കൂടിയാണ് കിട്ടുന്നത് എന്നൊക്കെയുള്ള കൊല്ലം ജില്ലയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഒരു രസകരമായിട്ടുള്ളൊരു സംഭവമാണ് ഈ സിനിമയിൽ അവർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത ഒരു 2 മണിക്കൂർ ഒരു ബോറടിയില്ലാതെ വളരെ എൻജോയ് ചെയ്ത് പുതിയൊരു സ്ഥലത്തിൻ്റെ പുതിയൊരു ടെറൈൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്ത് അറിഞ്ഞ് ആ സിനിമ കാണാൻ സാധിച്ചു എന്നുള്ളതിനാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്. തുടർന്ന് അടിപൊളിയായിട്ടുള്ള ഒരു മേക്കിങ്, അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ്, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ക്യാമറ വർക്ക്, ലൊക്കേഷൻ, ഇതെല്ലാം ഗംഭീരമായിട്ട് വന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിലൊരു കുറച്ച് ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയാൻ വഴിയേ. ആദ്യം ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ബേസിൽ ജോസഫിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ഇത്ര നാളത്തെ പുള്ളിയുടെ ഒരു അഭിനയം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കും അജയൻ, പി അജയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ എനിക്ക് കാണാൻ സാധിച്ചു, അല്ലാതെ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിനെയോ ഒരു ആക്ടറിനെയോ ഒന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. ആ ക്യാരക്ടറിനെ കാണാൻ സാധിച്ചു. ആ ക്യാരക്ടറിൻ്റെ ഓരോ ഡയലോഗ്സ് ആകട്ടെ, പുള്ളി പറയുന്ന കുറച്ച് രീതികളാകട്ടെ, അതിൻ്റെ ഒരു മോഡുലേഷൻ ആകട്ടെ, ആ ബോഡി ലാംഗ്വേജ് ആകട്ടെ, എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബേസിലാണ് പടത്തിൻ്റെ ഒരു നെടുന്തൂണെന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരു പൊന്മാനാണ് പുള്ളി, അതുപോലെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. സൂപ്പർ. ഹി വാസ് അൺപ്രഡിക്റ്റബിൾ. അതുപോലെ തന്നെ സാജിൻ ഗോപു, അംബാനിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും പുള്ളിയുടെ വേറൊരു ഡയമെൻഷൻ കാണാൻ സാധിക്കും. ലിജോ മോൾ ജോസ് ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ ലിജോ മോൾ ജോസിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ഒരു ലേഡി ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി സൂപ്പറായിട്ട് ചെയ്തു. പേരെനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക് തന്നെയാണ്. ഏതൊരു സിറ്റുവേഷൻ ആകട്ടെ, ആ ഒരു ഫ്ലോ, ആ ഒരു കാണുന്ന വിഷ്വലിന് ചേരുന്ന രീതിയിലുള്ള ഒരു ഫ്ലോവും കാര്യങ്ങളൊക്കെ വന്ന് ഭയങ്കര ഫീലോട് കൂടി തന്നെയാണ് ഈ സിനിമയെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് ഭയങ്കര ഒരു രസം തോന്നി. ഒരു പുതിയ അനുഭവം കാണുന്ന ഒരു ഫീല് നമ്മളിലേക്ക് ഉണ്ടാക്കാൻ ജസ്റ്റിൻ വർഗീസിൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് അതും വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെയുള്ള ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്, കൊല്ലം ജില്ല അങ്ങനെ കൂടുതൽ സിനിമകളിൽ കാണാത്തതുകൊണ്ടാണോ അത് എടുത്തു പറയാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. ഓരോ ഷോട്ടുകൾ വെച്ചതും ഫ്രെയിംസും അതിൻ്റെ ഒരു രീതികളും അതിൻ്റെ ഇതൊക്കെ
സൂപ്പറായിരുന്നു. 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന പുസ്തകത്തിന് അടിസ്ഥാനമാക്കിയാണ് ഈ പൊന്മാൻ എന്ന് പറയുന്ന സിനിമ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ദുഗോപൻ്റെ മുമ്പത്തെ ഒരു പുസ്തകമായിട്ടുള്ള പടിഞ്ഞാറെ കൊല്ലം ചോരക്കളം എന്ന് പറയുന്നൊരു പുസ്തകത്തിന് അടിസ്ഥാനമാക്കിയാണ് പൃഥ്വിരാജ് നായകനായിട്ടുണ്ടായിരുന്ന ഷാജി കല സംവിധാനം ചെയ്ത കാപ്പ എന്ന് പറയുന്ന സിനിമ വന്നിരുന്നത്. പൃഥ്വിരാജ് നായകനായിട്ട് തിയേറ്ററിലേക്ക് വരാൻ പോകുന്ന ഒരു സിനിമയാണ് വിലായത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ സിനിമയുടെ ഒറിജിനൽ ബുക്ക് എഴുതിയത് GR ഇന്ദുഗോപനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളൊക്കെ തിയേറ്ററിലേക്ക് സിനിമാ രൂപത്തിലേക്ക് പുസ്തകങ്ങളൊക്കെ സിനിമാ രൂപത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. എന്തായാലും നല്ലതായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി ഈ ചിത്രത്തിൻ്റെ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ കുറച്ച് നെഗറ്റീവ്സ് കണ്ടുപിടിച്ചൊരു നെഗറ്റീവ്സ് എന്നാണ് പറയുന്നത്. എൻ്റെ ഫസ്റ്റ് സിനിമ തുടങ്ങിയൊരു പോർഷൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര നാടകീയത ഫീൽ ചെയ്തു. പലയിടങ്ങളിലും ഒരു സ്റ്റേജിങ് എവിടേക്കോ ഒരു നാടകം കാണുന്ന ഒരു ഫീല് എന്നിലേക്ക് എവിടേക്കോ അടിച്ചു. കാരണം ഡയലോഗ്സിലാകട്ടെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിലാകട്ടെ ഭയങ്കരമായിട്ട് എനിക്ക് നാടകം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്ന് പേടിച്ചു, ഇങ്ങനെ തന്നെയാണോ ദൈവമേ ഇനി സിനിമ പോകാൻ പോകുന്നതെന്ന് ഓർത്തു. പക്ഷെ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഷിഫ്റ്റ് സൂപ്പറായിരുന്നു. അതായത് ഒരു സിനിമാറ്റിക് ഫീലിലേക്ക് അത് വന്നു. അത് ബേസിലിൻ്റെ ഒരു എൻട്രിയോട് കൂടിയാണെന്ന് തോന്നുന്നു. ഒരു സിനിമാറ്റിക് ഫീലിലേക്ക് അത് വന്നു. അത്രയും ഭാഗം എനിക്കൊരു കുറച്ച് നാടകീയത ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ റൺ ടൈം വെറും 2 മണിക്കൂറും 2.25 മണിക്കൂർ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലും കുറച്ച് ഈ സിനിമയുടെ കഥ പറഞ്ഞ് തീർക്കാമായിരുന്നു എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നി. കുറച്ചൊക്കെ ഇടത്തൊക്കെ വലിച്ച് പോലെ ഒരു ചെറിയൊരു ഫീല്. പക്ഷെ അതൊരു മടുപ്പിയൊരു ഫീലല്ല, അതിന് മുമ്പ് തീർക്കാമായിരുന്നു എന്നുള്ളതൊരു നിരൂപണമായിട്ട് എടുക്കുക. അല്ലാതെ ഈ പടത്തിൽ അത് ഭയങ്കര ലാഗ് ഉണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. കുറച്ചും കൂടി ഇത്രയും വലിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. എന്തായാലും 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്കും അറിയില്ല ഇതിൻ്റെ കഥയുടെ മെയിൻ കഥ എന്തുവാണെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വല്ല നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് നമ്മളത് വായിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം തന്നെ ഒരു 4-5 ബുക്ക് വായിക്കാനിരുന്നിട്ട് ഇതുവരെ തീർന്നിട്ടില്ല. അതാണ് നമ്മുടെ അവസ്ഥ. എന്തായാലും പോട്ടെ. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് പൊന്മാൻ എന്ന് പറയുന്ന സിനിമ. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ സൂപ്പറായിട്ട് വർക്കൗട്ടായ ഒരു സിനിമ തന്നെയാണ്. കുറേ ചിരിക്കാനും കുറേ ഡാർക്ക് കോമഡിയും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിരത്തി വെച്ച് ആ ഒരു മെയിൻ പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിൻ്റ് ഉണ്ട് പടത്തിൽ. ഈ സ്വർണം അല്ലെങ്കിൽ ഇതുപോലെ അവിടുത്തെ ഒരു കൾച്ചർ മാത്രമല്ല അതിൻ്റെ അകത്ത് പറയാൻ ശ്രമിക്കുന്നത്, അതിൻ്റെ അകത്ത് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതും സൂപ്പറായിട്ട് അവർ കൺവേ ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ലാസ്റ്റ് ഒരു എൻഡ് തന്ന് നിർത്തുന്നതും സൂപ്പറായിട്ട് തോന്നി. പ്യൂർ സിനിമ കാണേണ്ട ഒരു ഫീല് നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് ആ ഒരു ടീമിന് മുഴുവൻ സാധിക്കുന്നുണ്ട്. അതിന് കയ്യടി കൊടുക്കേണ്ടത് ജ്യോതിഷ് ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടറിന് തന്നെയാണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലം ജില്ലയുടെ ഒരു കൾച്ചർ എന്താണ്, നമ്മൾ കാണാത്തൊരു സംഭവങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ തിയേറ്ററിലേക്ക് പോയാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അല്ലാത്ത പക്ഷെ അത് അറിയാൻ ചാൻസ് ഇല്ല. കൊല്ലംകാർക്ക് അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാവും. പക്ഷേ അല്ലാത്ത ബാക്കിയുള്ള ജില്ലക്കാർക്ക് ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നൊരു സിനിമ കൂടിയാണിത്. അപ്പോൾ എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.